ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ T20 വേൾഡ് കപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ T20 വേൾഡ് കപ്പ് സ്ക്വാഡ് അനാലിസിസ് ആണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സോ ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കും. ഒറ്റ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പോയിന്റ് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കും, ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2021-ലും 2022-ലും T20 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പഠിക്കൽ കൊണ്ട് കളമടയ്ക്കുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മൾ പാകിസ്ഥാൻ്റെ സൈഡിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും 2022-ൽ ഫൈനലിൽ വന്നെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ ഒരു തോൽവി ഏറ്റുവാങ്ങിയത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു പാകിസ്ഥാന്. ഷഹീൻഷാ അഫ്രീദിയെ ശരിക്കും മിസ് ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു അവിടെ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ആ ഒരു സൈഡിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു തിരിച്ചൊരു നിലവിൽ പാകിസ്ഥാന് ആവശ്യം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പാകിസ്ഥാൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. രണ്ട് സൈഡിലും വീക്ക്നസും അതോടൊപ്പം തന്നെ സ്ട്രെങ്തും ഒരു കാര്യം തന്നെയാണ്. അതായത് ഒന്നും പറയാൻ പറ്റില്ല പാകിസ്ഥാൻ്റെ കാര്യത്തിൽ. ചില സമയത്ത് അടിപൊളിയായിട്ട് സിംഗിൾ ഹാൻഡിലി മത്സരം വിജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള താരങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് ഇത് വലിയൊരു തിരിച്ചടി ആവാറുമുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല ഇവരെ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പഠിക്കൽ കൊണ്ട് കലമടയ്ക്കുമെന്ന്. ആൻഡ് ബാറ്റിംഗ് സൈഡിനേക്കാൾ ഒരു പടി മുന്നിലാണ് ബോളിംഗ് സൈഡ് നിൽക്കുന്നതെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പാകിസ്ഥാൻ്റെ അത്യാവശ്യം നല്ലൊരു പേസ് ബോളിംഗ് നിര തന്നെ പാകിസ്ഥാനുണ്ട്. ആമിർ, അതോടൊപ്പം തന്നെ അഫ്രീദി, അതോടൊപ്പം തന്നെ നമ്മുടെ നസീം ഷാ റൌഫ്, ഈ 4 പേസ് ബോളർമാരെ തന്നെയായിരിക്കും മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ. അഫ്രീദി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അമീർ, അതോടൊപ്പം നസീം ഷാ, അതോടൊപ്പം തന്നെ നമ്മുടെ റൌഫ്, ഈ 3 പേരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആണ് ഇവർ. ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വേഴ്സസ് ഇംഗ്ലണ്ട് സീരീസ് ഇന്ന് രാത്രി ആണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൌഫ് വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും എക്കോണമി ഭയങ്കര ഹൈ ആണ്. ഈ ഒരു കാര്യത്തിൽ അല്പം മികച്ച് നിൽക്കുന്നത് ഷഹീൻഷാ അഫ്രീദി തന്നെയാണ്. അതോടൊപ്പം തന്നെ അഫ്രീദി ഏർലി വിക്കറ്റ് പിക്ക് ചെയ്യുന്നത് പാകിസ്ഥാന് നല്ല ഗുണമാവാറുമുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നെഗറ്റീവ് നിൽക്കുന്ന ഈ ഒരു ഹൈ എക്കോണമി ബാക്കി ബോളർമാർ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മെയിൻ സ്പിന്നറായിട്ട് ഇവർ യൂസ് ചെയ്യാൻ സാധ്യത കൂടുതൽ ഷതാബ് ഖാനെ തന്നെയായിരിക്കും. കാരണം ബാറ്റിംഗ് സൈഡിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഷതാബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവരുടെ വീക്ക്നസ് സൈഡിലേക്ക് ആദ്യം എടുത്ത് പറയേണ്ടത് ബാറ്റിംഗ് സൈഡിലെ വീക്ക്നസ് ആണ്. ബാബർ അസം റിസ്വാൻ കൂട്ടുകെട്ട് ഫ്രണ്ടിൽ നന്നായിട്ട് ആണി അടിച്ച പോലെ നിൽക്കാൻ സാധ്യതകൾ ഉണ്ടെങ്കിലും ഇവരുടെ സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര പ്രശ്നമാണ്. ടോപ്പ് ഓർഡറിൽ വരുന്ന ഈ 2 ബാറ്റേഴ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 129 അല്ലെങ്കിൽ 128 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇത് നല്ല തിരിച്ചടി ആവുന്നുണ്ട്. T20 സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് കളിക്കണം. പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഈ ബാറ്റേഴ്സ് വരുത്തിയിട്ടില്ല. ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു നോക്കിയപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് അത് തന്നെയാണ്. പവർ പ്ലേയിൽ ഈ 2 പേരുടെ വിക്കറ്റ് പോകാതിരുന്നിട്ടും കാര്യമായിട്ടുള്ള സ്കോർ ബിൽഡ് ചെയ്യുന്നതിൽ പാകിസ്ഥാൻ വലിയൊരു പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ക്രിറ്റിസിസം വന്നിട്ട് ഇവർ ചേഞ്ച് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. പാകിസ്ഥാൻ്റെ ഡ്രസ്സിംഗ് റൂം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷഹീൻഷാ അഫ്രീദിയെ ക്യാപ്റ്റനാക്കി വെച്ച ന്യൂസുകൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു സീരീസിന് ശേഷം നേരെ പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാബർ അസാമിനെ ക്യാപ്റ്റനാക്കി. വൈസ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ ഷഹീൻ അഫ്രീദി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്ന് ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു. അത് തിരിച്ചടി ആവാതിരുന്നാൽ നല്ലത്. അതിനുശേഷം കളിച്ച മത്സരങ്ങളിൽ ഇവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അയർലൻഡിനെതിരെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ സീരീസ് നഷ്ടമായി. ആ 2 മത്സരങ്ങൾ നടന്നിട്ടുള്ളൂ. 4 രണ്ടെണ്ണം വാഷ് ഔട്ടായിരുന്നു. അവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അമീറിൻ്റെയും വസീമിൻ്റെയും തിരിച്ചുവരവ് ഗംഭീരമായ കരഘോഷത്തോടെ ആഘോഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇപ്പോഴും ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. എസ്പെഷ്യലി അമീറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമീർ ഇന്നലത്തെ മത്സരത്തിലും അല്പം എക്സ്പെൻസീവ് ആയിരുന്നു. വിക്കറ്റ് ഇടുന്നതിൽ അല്പം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ കാണിച്ചൊരു മണ്ടത്തിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാമപ്പ് മാച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ഇവർ ഈ ഒരു ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസ് പിടിച്ചത്. പക്ഷേ ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസ് പിടിച്ച സ്ഥലം എന്ന് പറയുന്നത് അവിടെ വെച്ചായിപ്പോയി. ഉറപ്പായിട്ടും USA വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു സീരീസ് എന്തെങ്കിലും പിടിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അല്ലെങ്കിൽ വേറെ ടീമുമായിട്ട് USA വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലേക്ക് വരുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്ന് കണ്ടീഷൻ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ എങ്ങനെ ഇവരുടെ പ്ലേയേഴ്സ് പെരുമാറും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഞാൻ പറഞ്ഞ പോലെ സിംബാബ്വേയുമായിട്ടുള്ള 1 റൺ ഡിഫീറ്റ്, അയർലൻഡുമായിട്ടുള്ള തോൽവി, ഇതൊക്കെ വൻ തിരിച്ചടികൾ തന്നെയാണ് പാകിസ്ഥാനായിട്ടുള്ളത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിസ്വാൻ, ഉസ്മാൻ ഖാൻ, അതോടൊപ്പം തന്നെ ഫക്കർ സമാൻ, ഇഫ്തിഖാർ അഹമ്മദ്, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഇൻപുട്ട് പ്രതീക്ഷിക്കാം. ഓഫ് കോഴ്സ് ഞാൻ ബാബർ അസാമിൻ്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈം ഐബ് അത്ര നല്ല ടച്ചിലല്ല നിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു തിരിച്ചടി ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസാം ഖാനാണ്. ഇന്നലത്തെ മത്സരത്തിൽ ഞാൻ അസാം ഖാൻ്റെ കളി കാണാനായിട്ട് മെയിനായിട്ട് ആ ഒരു ഗെയിം കണ്ടത്. അതായത് ഇന്നലെ റിസ്വാൻ ആയിരുന്നില്ല കീപ്പർ, അസാം ഖാൻ ആയിരുന്നു കീപ്പർ. കീപ്പിംഗ് സൈഡിൽ ഭയങ്കര പോരായ്മകളുണ്ടായിരുന്നു. ഒരുപാട് മിസ്സുകളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്ത്. ക്യാച്ച് ഉൾപ്പെടെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് പ്രോപ്പർ ഡൈവിംഗ് ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ആൾ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്തത് നല്ല തിരിച്ചടി ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് റിസ്വാൻ കീപ്പിംഗ് മാറ്റി നിർത്തി പുള്ളിയെ കീപ്പിംഗിൽ കൊണ്ടുവന്ന് അറിയില്ല. മേ ബി ഈ ഒരു T20 വേൾഡ് കപ്പ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ അങ്ങനെ നിലനിർത്തിയത്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ്
ബാറ്റിംഗ് സൈഡിലും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് നാഷണൽ സൈഡിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തൊരു താരമാണ് ഈ അസാം ഖാൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ ഭയങ്കര പവർ ഹിറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നാഷണൽ സൈഡിൽ അത്ര നല്ല പെർഫോമൻസ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പുള്ളി. ആദ്യത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നേരിട്ടപ്പോൾ 9 റൺസോ മറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നു, 110 സ്ട്രൈക്ക് റേറ്റ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ 5 ബോളുകളിൽ നിന്നും 0 ഔട്ടായിട്ടുണ്ടായിരുന്നു. അതും വുഡിൻ്റെ ഒരു കിടിലൻ ഷോർട്ട് ബോളിൽ പുള്ളി ഔട്ടായിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ബോളൊക്കെ പിക്ക് ചെയ്യുന്നതിൽ ഭയങ്കര പ്രശ്നമായിരുന്നു നേരിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ബോളിംഗ് യൂണിറ്റിനെതിരെ വന്നു കഴിഞ്ഞാൽ ആൾ എക്സ്പോസ്ഡ് ആകും. ഈ ഒരു T20 വേൾഡ് കപ്പ് സൈഡിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുള്ളൊരു ബാറ്ററും കൂടിയാണ് അസാം ഖാൻ. സോ ഫിസിക്കലി കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതുണ്ട് അസാം. അത് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് തിരിച്ചടികൾ ആവുന്നുണ്ട്, നല്ല തിരിച്ചടികൾ ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ എന്തായാലും പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുക എന്ന് പറയുന്നതും അത്ര നിസ്സാരമല്ല എന്ന് വെച്ച് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നേരിടില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, USA, കാനഡ, അതോടൊപ്പം തന്നെ ഒരു ടീം അയർലൻഡ്, ഇവർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പാകിസ്ഥാൻ കളിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി കൊടുക്കുന്ന ഇന്ത്യയാണെന്ന് നമുക്കറിയാം. പോരാതെ തന്നെ ഇപ്പോൾ അയർലൻഡും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ് തന്നെയാണ്. പിന്നെ USA, കാനഡയ്ക്ക് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ അയർലൻഡും അത്യാവശ്യം നല്ലൊരു ഒപ്പോണൻ്റാണ് ഈ ഗ്രൂപ്പിൽ. അപ്പോൾ അത്ര നിസ്സാരമായിട്ട് കയറി അടുത്ത സ്റ്റേജിലേക്ക് വരാനും പറ്റില്ല, എന്നാൽ ഒരുപാട് വലിയ ഫൈറ്റ് കിട്ടാനും സാധ്യതയില്ല. രണ്ടാമനായിട്ടോ ചിലപ്പോൾ ഒന്നാമനായിട്ടോ തന്നെ ഫിനിഷ് ചെയ്യാൻ പറയാൻ പറ്റില്ല, ഒക്കെ ഡിപ്പെൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഷതാബ് ഖാനും ലാസ്റ്റ് മത്സരത്തിൽ ബാറ്റിംഗ് സൈഡിൽ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബോളിംഗ് സൈഡിൽ പിന്നെ അത്യാവശ്യം നല്ല എക്കോണമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ USA വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബോൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള ട്രാക്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് പാകിസ്ഥാനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും പറയാൻ മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ്. ബൈ ബൈ ഗൈസ്.